ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിൻ്റെ തജ്വീദുൽ ഖുർആൻ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യം ഇത് തന്നെ വരാം, പക്ഷേ ആയത്തുകളോ വേർഡ്സുകളോ എന്തെങ്കിലും ചോദിക്കുന്നതിലാണ് മാറ്റം വരുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തജ്വീദും ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചോദ്യം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 മുതൽ 10 വരെ ശരി അടയാളപ്പെടുത്താനാണ്. സജദയുടെ ആയത്ത് ഓതിയാൽ എന്താണ്? സുജൂദ് ചെയ്യണം. അപ്പോൾ നമുക്കത് ശരി അടയാളപ്പെടുത്താം. ബിസ്മി ചൊല്ലണം. എന്താണ്? തുടക്കത്തിൽ സജദയുടെ ആയത്ത് ഓതിയാല് സുജൂദ് ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിരവധി അദബുകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഉള്ളതാണ് സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. അതുപോലെ എന്താണ്? ഭക്തിയോടെ സാവധാനം ഓതണം. ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് പറയണം. ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചോദ്യം വരാം, മനസ്സിലാക്കുക. അടുത്തത്, ഷദ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ മീമും നൂനും. ഷദ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരമാണ് മീമും നൂനും, മനസ്സിലാക്കുക. സാക്കിനായ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് ഇൽഹാറാണ് വരേണ്ടത്. അപ്പോൾ ഇൽഹാറിൻ്റെ ഹർഫ് സാക്കിനായ നൂനിൻ്റെ ശേഷം വന്നത് നമുക്ക് ശരിയടപ്പെടുത്താം. ഇവിടെ മിൻ ഹൗലിക്ക വ്യക്തമാക്കി ഉച്ചരിക്കാനാണ് ഇൽഹാർ. അപ്പോൾ മിൻ ഹൗലിക്ക ഹ വന്നു സാക്കിനായ നൂനിന് ശേഷം, മനസ്സിലാക്കുക. ഇതുപോലെ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യണം, അതായത് ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. എപ്പോഴെന്ന് ചോദിച്ചാൽ നൂനിൻ്റെ ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യാ ഇതിലേതെങ്കിലും അക്ഷരം വന്നാലാണ്. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ ഇദ്ഗാം വരെയാണ്, ഇദ്ഗാമും ബിഉന്ന വരെയാണ് പാഠം വന്നത്. അപ്പം ഇൽഹാറും ഇദ്ഗാമും ബിഉന്നയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6, അതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. ഹംസ, ഹ, ഐന്, ഹ, ഹ. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ഇദ്ഗാമും ബിഉന്നയുടേത് നൂന്, വാവ്, മീമ്, യാ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാമിൻ്റെത്. അപ്പോൾ ഇതേപോലെ വരാം, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മിമ്മായിം നൂൻ്റെ ശേഷം മീമു വന്നത് ഇദ്ഗാമാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? ഖുർആനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലം ലഭിക്കും. 10 പ്രതിഫലം നമുക്ക് ശരിയപ്പെടുത്താം. അടുത്തത്, മീമിനെ ഉന്നത്ത് ചെയ്തതിന് ഉദാഹരണം ഷദ്ദുള്ള മീമാവണം. അപ്പോൾ ഇവിടെ മുഹമ്മദുൻ. അപ്പോൾ നമുക്ക് മുഹമ്മദുൻ എന്നത് ശരിയപ്പെടുത്താം. അടുത്തത്, ഹൽക്കിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. ഹൽക്കിൻ്റെ ഹർഫുകൾ ഇൽഹാറിൻ്റെ ഹർഫുകളാണ് ഹൽക്കിൻ്റെ ഹർഫുകൾ. അപ്പം ഹഉം ഹഉം അതാണ് ഹൽക്കിൻ്റെ ഹർഫുകൾ, മനസ്സിലാക്കുക. അടുത്തത്, തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം തൻവീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? പാഠഭാഗങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ വിശദമായിട്ട് കറക്റ്റായിട്ട് അറിയാം തൻവീനൊക്കെ എന്താണെന്ന്. ഇനി അറിയാത്തവർ, വീഡിയോ അതൊന്നും കാണാത്തവർ, ചോദ്യപേപ്പർ മാത്രം എടുത്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. നമ്മൾ ഒരു അക്ഷരങ്ങളുടെ മുകളിൽ, ഇപ്പം ഞാൻ ബ എഴുതി ഇവിടെ, ബഇന് ബ. അപ്പം അത് 2 വരട്ടാൽ ബൻ. അപ്പം ഇതാണ് തൻവീന്. ഒരക്ഷരത്തിന് ഇങ്ങനെ 2 ഫതഹകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് തൻവീന്. അതുപോലെ കസറകൾ, ഇത് കസറ തൻവീന്. അതുപോലെ ലൊമ്മ തൻവീനുകൾ. അപ്പോൾ തൻവീൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫതഹ തൻവീൻ, കസറ തൻവീൻ, ലൊമ്മ തൻവീൻ. അപ്പോൾ സാക്കിനായ നൂന് അത് ഒരു നൂനാണ്. ചിലപ്പോൾ സുക്കൂനുള്ള നൂന് വരാം, അല്ലെങ്കിൽ സുക്കൂനില്ലാത്ത വെറും ഇങ്ങനെ നൂന് കാണാം. ഇതാണ് സാക്കിനായ നൂന്. അപ്പോൾ ഈ നൂനിൻ്റെയോ ഈ 2 നൂനിൽ ഏതെങ്കിലും ഒന്ന് അതിൻ്റെയോ, പിന്നെ ഈ തൻവീനുകൾ ഫതഹ തൻവീൻ, കസ്ര തൻവീൻ, ലമ്മ തൻവീൻ, ഈ തൻവീനുകൾക്ക് ശേഷമോ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ, ഹ, ഐന്, ഹ, ഐന്
ഈ ആറ് അക്ഷരങ്ങൾ ഈ ഫതഹ് തൻവീൻ, കസറ തൻവീൻ, ലമ്മ തൻവീൻ, സാക്കിനായ നൂന്, ഇതിലേതെങ്കിലും അക്ഷരങ്ങൾക്ക് ശേഷം ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഇൽഹാറാണ്, വ്യക്തമാക്കി ഉച്ചരിക്കണം, മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഫതഹ് തൻവീൻ, കസറ തൻവീൻ, ലമ്മ തൻവീൻ, സാക്കിനായ നൂന്, ഇതിന് ശേഷം തൻവീനെയോ ഷാക്കിനായ നൂനിനോ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ യാ, വാവ്, മീമ്, നൂന്, ഈ 4 അക്ഷരങ്ങൾ വന്നാൽ ഹർക്കത്തുകൾ വരാം കേട്ടോ, അത് പ്രശ്നമില്ല. ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ വന്നാൽ ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാമും ബിഉന്നയാണ്, ഉന്നത്ത് ചെയ്ത് ഓതണം, മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇൽഹാറ്, ഇതാണ് ഇദ്ഗാമും ബിഉന്ന. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം വന്ന് തൻവീനിനെ ഇൽഹാറ് ചെയ്യണം. അപ്പോൾ തൻവീൻ്റെ ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നതായിരിക്കണം. ഇവിടെ തൻവീന് ബുൻ എന്ന തൻവീന് ശേഷം കാഫാണ് വന്നത്. കാഫ് ഇൽഹാറിന്റെ അക്ഷരത്തിൽ പറഞ്ഞിട്ടില്ല. അതാ ബുൻ തൻവീൻ വന്നു. തൻവീന് ശേഷം അംസയാണിത്. ആ എന്ന് പറഞ്ഞാൽ അംസ ഹ, നമ്മൾ ഇൽഹാറിന്റെ അക്ഷരം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അദാബുൻ അലീം എന്നതാണ് ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം, മനസ്സിലാക്കുക. ഇവിടെ ബുൻ എന്ന തൻവീന് ശേഷം ഷീന്, അത് നമ്മൾ ഇൽഹാറിന്റെ അക്ഷരത്തിൽ ഇല്ല. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ അദാബുൻ അലീം എന്ന അംസ വന്നു, തൻവീന് ശേഷം അംസ വന്നു, മനസ്സിലാക്കുക. ഇനി അടുത്തത് സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം മീമാണ്. സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം മീമാണ്. അത് ഏതാണെന്ന് ഓപ്ഷൻ നോക്കണം. ഇവിടെ മെമ്പാഴതി നൂനിന് ശേഷം ബ ആണ് വന്നത്. അപ്പം അതല്ല. ഇവിടെ മിൻ ഫൗക്കിഹിം നൂനിന് ശേഷം ഫ ആണ് വന്നത്. അപ്പം അതും അല്ല. മിമ്മഈൻ നൂനിന് ശേഷം മീമു വന്നു. അപ്പം നമുക്ക് ഇത് ശരി അടയാളപ്പെടുത്താം. നൂനിന് ശേഷം മീമു വന്നത് ഉദാഹരണം ഇതാണ്, മനസ്സിലാക്കുക. അടുത്തത് തൻവീനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തതിന് ഉദാഹരണം. തൻവീനിന് ശേഷം ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരങ്ങൾ ഏതെങ്കിലും വേണം. അപ്പോൾ ഇവിടെ തൻവീൻ്റെ ശേഷം ഹ, അത് ഇൽഹാറാണ്. ഇവിടെ തൻവീനിന് ശേഷം ഹ, ലമ്മ തൻവീനിന് ശേഷം ഹ, അതും ഇൽഹാറാണ്. ഇവിടെ തൻവീനിന് ശേഷം വാവ്, ലമ്മ തൻവീനിന് ശേഷം വാവ്, വറഅദും വബർക്കുൻ തൻവീനിന് ശേഷം വാവ് വന്നു. അപ്പോൾ ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരമാണത്. അപ്പോൾ നമുക്കത് ശരിയടയാളപ്പെടുത്താം. അടുത്തത് വിശുദ്ധ ഖുർആനിൽ ആദ്യം അവതരിച്ച 5 ആയത്തുള്ള സൂറത്ത്. വിശുദ്ധ ഖുർആനിലെ ആദ്യം അവതരിച്ച 5 ആയത്തുകളുള്ള സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി അവതരിപ്പിച്ചു കൊടുത്ത സൂറത്ത് ഏത് സൂറത്തിൽ നിന്നുള്ള ആയത്തുകളാണ്? 5 ആയത്തുകൾ. സൂറത്തുൽ അലക്ക്, അൽ അലക്ക്, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ശരിയാപ്പെടുത്തേണ്ടത്. ഇഖ്റ മുതൽ മാലം യാലം, ഇഖ്റ ബിസ്മി മുതൽ മാലം യാലം വരെയുള്ള 5 ആയത്തുകളാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. നൂനിന്റെ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും വരണം. ഇൽഹാറിന്റെ അക്ഷരത മിൻ ഖൈർ, നൂനിന്റെ ശേഷം ഹ വന്നു. അപ്പൊ നമുക്കവിടെ സി എഴുതാം. അടുത്ത സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തു. നൂനിനെ ഇദ്ഗാമും ബിഉന്ന, നൂനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ മീമ് വന്നു. നൂനിന് ശേഷം മീമ്, അപ്പൊ നമുക്കവിടെ ഡി എഴുതാം. അടുത്തത് തൻവീനിനെ ഇൽഹാർ ചെയ്തു. തൻവീന് ശേഷം ഇൽഹാറിന്റെ അക്ഷരം തൻവീൻ ഇതാ സമീഉൻ അലീം, തൻവീന് ശേഷം ഐന് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ എഴുതാം. അടുത്ത തൻവീനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്തു. തൻവീനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരം യാ വന്നു. തൻവീന് ശേഷം യാ, അപ്പൊ നമുക്ക് അതിന്റെ എ എഴുതാം. അടുത്ത ഷദ്ദുള്ള നൂനിനെ ഉന്നത്ത് ചെയ്തു. ഷദ്ദുള്ള നൂന് ഫിന്നഹാരി, ഷദ്ദുള്ള നൂന് വന്നു. അപ്പൊ നമുക്ക് അതിന്റെ ബി എഴുതാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതും സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്യുന്നത്, തൻവീനിനെ ഇൽഹാർ ചെയ്യുന്നത്, തൻവീനിനെ ഇദ്ഗാമും ബിഉന്ന ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇതുപോലെ മാച്ച് ചെയ്യാൻ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഇവിടെ വേർഡ്സുകളൊക്കെ മാറ്റി തരാം, പക്ഷേ ചോദ്യം ഇങ്ങനെ തന്നെയാണ് വരിക, മനസ്സിലാക്കുക.
അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിശുദ്ധ ഖുർആൻ ഡാഷ് യുടെ കലാമാണ്, അല്ലാഹു തആലയുടെ കലാമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അടുത്ത ഖുർആൻ ഹത്തം ചെയ്താൽ ദുആ ചെയ്യണം എഴുതാം. അടുത്ത വലൊന്ന എന്നതിലെ ഡാഷിനെ മണിച്ചോദണം. ഏതിനെയാണ്? നൂനിനെ, ഷദ്ദുള്ള നൂനിനെ മനസ്സിലാക്കുക. ഷദ്ദുള്ള നൂനിനെ മണിച്ച് ഓതണം. അടുത്ത മിൻഹു എന്നതിൽ സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം ഡാഷാണ്. സാക്കിനായ നൂന്, അതായത് സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്. അപ്പോൾ ഇതിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? എഴുതാൻ അങ്ങനെ എഴുതിയാൽ മതി, മനസ്സിലാക്കുക. അടുത്തത് യൗമയ്യജാൽ തൻവീന് ശേഷം മനസ്സിലാക്കുക. എന്നതിലെ തൻവീന് ശേഷം വന്ന അക്ഷരം ഇതിനോട് ചേർത്ത് ഇവിടെ തന്ന അക്ഷരമാണ്. അപ്പം മനസ്സിലാക്കുക, യൗമയ്യജാൽ എന്നതിൽ ആണ്. ഇവിടെ ഇദാമും ബിഉന്നയാണ്. അപ്പോൾ ഇവിടെ അക്ഷരമാണ് എഴുതേണ്ടത്, എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങൾ മാറിയിട്ട് തരാം. തൻവീന് ശേഷം മീമ് വരാം, തൻവീന് ശേഷം വാവ് വരാം, തൻവീന് ശേഷം നൂന് വരാം. അപ്പോൾ അതൊക്കെ ഇദാമും ബിഉന്നയുടേതാണ്, മനസ്സിലാക്കുക. അതുപോലെ നൂനിന് ശേഷവും ഈ ഇദാം ബിഉന്നയുടെ അക്ഷരങ്ങൾ വന്നിട്ട് ചോദിക്കാം, ഇവിടെ വന്ന നൂനിന് ശേഷം വന്ന അക്ഷരം ഏതെന്ന്, ഇവിടെ തന്ന പോലെ മനസ്സിലാക്കുക. അടുത്തത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? സാക്കിനായ നൂനിനും തൻവീനും എത്ര നിയമങ്ങളുണ്ട്? സാക്കിനായ നൂനിനും തൻവീനും 5 നിയമങ്ങളുണ്ട്. ഇദ്ഗാമ്, ഇൽഹാറ്, ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമും ബിലാ ഉന്ന, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇങ്ങനെ 5 നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉയരമുള്ള സ്ഥലത്തെ വെക്കാവൂ. എന്താണ് ഉയരമുള്ള സ്ഥലത്തെ വെക്കാവൂ? ഖുർആൻ ഉയരമുള്ള സ്ഥലത്തെ വെക്കാവൂ. അടുത്ത മണിക്കൽ എന്നതിൻ്റെ അറബിയാണ് ഉന്നത്ത് ചെയ്യൽ. നമ്മൾ പാഠത്തിൽ അവിടെ മണിക്കൽ എന്നുള്ളിടത്തൊരു ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ട്, ഉന്നത്ത് എന്ന്. മണിക്കൽ എന്നതിൻ്റെ അറബി ഉന്നത്ത് ചെയ്യുക എന്നാണ്, മനസ്സിലാക്കുക. ഉന്നത്ത് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഹുലുറുൻ എന്നതിലുള്ള ഹൽക്കിൻ്റെ ഹർഫ് ഏത്? ഹൽക്കിൻ്റെ ഹർഫാണ് ഇൽഹാറിൻ്റെ അക്ഷരമായ ആണ് ഹൽക്കിൻ്റെ അക്ഷരം. അപ്പോൾ എന്ന് നമുക്കിവിടെ എഴുതാം, പുള്ളിയുള്ള ആണ്, മനസ്സിലാക്കുക. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ് ഉന്നത്ത്? നേരത്തെ മണിക്കൽ എന്നതിൻ്റെ അറബി ഉന്നത്ത്. എന്താണ് ഉന്നത്ത്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അടുത്ത് ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ എന്ത് ചൊല്ലണം? ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം, മനസ്സിലാക്കുക. അടുത്തത് ഇദ്ഗാം എന്നാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ 8ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇദ്ഗാം എന്നാൽ എന്നുള്ളത്. എന്താണ് ഇദ്ഗാം? ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. മനസ്സിലാക്കി പഠിക്കുക. ഇദ്ഗാമും ബിഉന്ന എന്നാൽ എന്തെന്ന് വെച്ചാൽ നമുക്കിത് എഴുതാം. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വാവ്, മീമ്, നൂൻ എന്നീ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇതിനാണ് ഇദ്ഗാമും ബിഉന്ന എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. ഇനി അക്ഷരം എഴുതണം എന്നില്ല, ഇങ്ങനെ എഴുതാം. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇദ്ഗാമിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അത്ര എഴുതാം. അടുത്തത് മൻ ഹമൽന എന്നതിലെ സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. കാരണം എന്ത്? മൻ ഹമൽന സാക്കിനായ നൂന് സുക്കൂനുള്ള നൂന് തന്നെയാണ്, മനസ്സിലാക്കുക.
സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്യാൻ കാരണം എന്താണ്? സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അതുകൊണ്ടാണ് അവിടെ ഇൽഹാർ ചെയ്തത്. അങ്ങനെ എഴുതാം. സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. അതാണ് ഇൽഹാർ ചെയ്യാൻ കാരണം. മനസ്സിലാക്കുക. അടുത്തത് കസീബം മഹീല. കസീബം മഹീല. തൻവീന് ശേഷം മീമ് വന്നു. തൻവീന് ശേഷം മീമ്. അപ്പോൾ അവിടെ എന്താ എഴുതി കൊടുക്കാം നമുക്ക്? എന്നതിൽ തൻവീനിനെ ഇദ്ഗാം ബിഉന്ന ചെയ്യണം. കാരണം എന്താണെന്നാണ്. തൻവീന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ മീമ് വന്നു. അതുകൊണ്ടാണ് അവിടെ ഇദ്ഗാം ബിഉന്ന, തൻവീനിനെ ഇദ്ഗാം ബിഉന്ന ചെയ്തത്. മനസ്സിലാക്കുക. അടുത്തത് ഖുർആൻ എന്നാൽ എന്ത്? ഖുർആൻ എന്നാൽ എന്താണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. ഒന്നാമത്തെ പാഠത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് തജ്വീദ് എന്നാൽ എന്ത്? എന്താണ്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തത് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ചൊല്ലണം? ഔദു ബിസ്മി, ഔദു ബിസ്മി എന്നിവ ചൊല്ലണം. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഔദു ബിസ്മി എന്നിവ ഓതുക. മനസ്സിലാക്കി എഴുതുക. അപ്പോൾ അത് അവസാനത്തെ ചോദ്യമായിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആയതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളെ കുറിച്ചിട്ട് എഴുതാൻ വരാം. എന്താണ് ഖുർആൻ എന്നതിനെ കുറിച്ച് എഴുതാൻ വരാം. ഫസ്റ്റത്തെ പാഠത്ത് പറയുന്നുണ്ട് എന്താണ് ഖുർആൻ എന്ന്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലമാണ്. പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അങ്ങനെ എഴുതാൻ കഴിയണം. അതുപോലെ തന്നെ ഉന്നത്തുൻ നൂന്, ഉന്നത്തും മീമ്, അതിനെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. എന്താണ്? അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഉന്നത്ത്. കരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. നൂനും മീമും ശബ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. അപ്പം അത് 2 ഉദാഹരണങ്ങളൊക്കെ എഴുതി നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാം. ഇന്ന കുന്ന, പിന്നെ മിമ്മ, ഉമ്മുഹു എന്നൊക്കെ എഴുതിയിട്ട് നമുക്കതിന് ഉദാഹരണങ്ങളും കൊടുക്കാം. മനസ്സിലാക്കാം. അതുപോലെ അഹ്കാമുൻ നൂനി സാക്കിനത്തു തൻവീന്, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5 ആകുന്നു. ഇൽഹാർ, ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ എന്നിവയാണവ. അത് എഴുതാം. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹംസ, ഹ, ഐന്, ഹ, ഒയ്ന്, ഹ എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനെയും ഇൽഹാർ ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ. അപ്പോൾ അത്രയും ഒക്കെയാണ് 5 വരി കുറയാതെ എഴുതാൻ നിങ്ങൾക്ക് ഈ പാഠത്തുനിന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.